തിങ്കളാഴ്ച പാട്ടുകാരൻ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു ടാസ്ക് ആണ് കേട്ടോ. ക്യൂബൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മള് അൺമിക്സ്ഡ് ആയിട്ട് ഇത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വലിയ പുതുമുള്ള കാര്യമൊന്നുമല്ല. ഒരു ഭാഗം ഗ്രീൻ കളറ്, പിന്നെ ഒരു ഭാഗം റെഡ്, ഇവിടെ വൈറ്റ് ആൻഡ് ബ്ലൂ. ഓക്കെ, അപ്പോൾ ഇത് അൺമിക്സ്ഡ് ആക്കിയിട്ട് നമ്മൾ ബില്ലാപ്പിക്കും മിന്നാപ്പിക്കും തന്നാപ്പിക്കും മിച്ചാപ്പിക്കും കൊടുക്കണം. 2 മിനിറ്റ് സമയം കൊടുക്കല്ലേ? 2 മിനിറ്റ് സമയം കൊടുക്കുമ്പോൾ ഈ 2 മിനിറ്റിൽ ഇവര് എന്താക്കണം, ഇത് സെറ്റാക്കണം. ഓക്കെ, ഇതേപോലെ ഓരോ കറക്റ്റ് ഒരേ കളറാക്കി തരണം. അങ്ങനെ ആക്കി തരുന്നത് മിന്നാപ്പിയാണോ ബില്ലാപ്പിയാണോ തന്നാപ്പിയാണോ മിസിൽപ്പെണ്ണാണോ? അവർക്ക് 10 പവൻ സ്വർണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മിന്നാപ്പി കൊടുക്കാൻ പോവാണ്. മിന്നാപ്പി ആദ്യം തന്നാപ്പിട്ടാ. ഓക്കെ, തന്നാപ്പി കൊടുക്കാം. നമ്മളിപ്പോൾ അൺമിക്സ്ഡ് ആക്കി കൊടുക്കണം. ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഫസ്റ്റ് കൊടുക്കുന്നത് തന്നാപ്പിക്ക്. അടുത്ത് മിക്സിപ്പുണ്ട് കേട്ടോ. ആദ്യം തന്നാപ്പിക്ക് കൊടുക്കുക. 2 മിനിറ്റ് സമയം കൊടുക്കുന്നുണ്ടോ തന്നാപ്പിക്ക്. നോക്കാം തന്നാപ്പി ചെയ്ത് തരുമോ നോക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ആക്കുന്നവർക്ക് 10 പവൻ കേട്ടോ. 10 പവൻ സ്വർണം. ഓക്കെ, 2 മിനിറ്റ് സമയമുള്ളൂ കേട്ടോ തന്നാപ്പിയെ. എല്ലാ ഭാഗവും ഒരേ കളറാക്കണം. അപ്പോ മിന്നാപ്പിയുടെ സമയം ഏകദേശം കഴിയാനായിട്ടുണ്ട്. തന്നാപ്പിയുടെ അടുത്ത മിശ്രി പെണ്ണല്ലേ? ഓക്കെ, 10 പവനാട്ടാ. ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് നമ്മുടെ മിശ്രി പെണ്ണിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ കേട്ടോ. മിശ്രി പെണ്ണോടത്തെ ഒരു സ്ഥലമായിട്ടുള്ളൂ. 10 പവന് വേണ്ടി ഭയങ്കരമായിട്ട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മിശ്രി പെണ്ണ് ഭയങ്കര സംഭവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മിശ്രി പെണ്ണ് ഭയങ്കര സംഭവമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. മിശ്രി പെണ്ണിന്റെ സമയം ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായി, നടക്കോ? ഓക്കെ, മിശ്രി പെണ്ണിന്റെ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 10 പവന് വേണ്ടിയുള്ള കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ തന്നാപ്പി തോറ്റു, മിശ്രി പെണ്ണും തോറ്റിരിക്കുകയാണ്. അടുത്തായി ബില്ലാപ്പിയാണ് വരുന്നത്. ബില്ലാപ്പിക്ക് 5 പവനുള്ളൂ. കാരണം ബില്ലാപ്പി ആൺകുട്ടി ആയതുകൊണ്ട് 5 പവൻ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത നമ്മുടെ ബില്ലാപ്പി പണി തുടങ്ങിയിരിക്കുകയാണ്. എല്ലാം നടക്കുക. ബില്ലാപ്പിക്ക് 5 പവനുള്ളൂ കേട്ടാ. ബില്ലാപ്പിക്ക് 5 പവനുള്ളൂ. ബില്ലാപ്പിയുടെ ഏകദേശം 25 സെക്കൻഡ്, ഏകദേശം 30 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. 2 മിനിറ്റാണ് നമ്മൾ സമയം കൊടുക്കുന്നത്. 2 മിനിറ്റിനുള്ളിൽ ബില്ലാപ്പി ശരിയാക്കിയാൽ ബില്ലാപ്പിക്ക് 5 പവൻ കൊടുക്കുന്നതായിരിക്കും. ബില്ലാപ്പിയുടെ സമയം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, ബില്ലാപ്പിക്ക് ബുദ്ധിയില്ല, തന്നാപ്പിക്ക് ബുദ്ധിയില്ല, മിശ്രി പെണ്ണ് ബുദ്ധിയില്ല. അടുത്തത് മിന്നുവാണ്. ബില്ലുവിന്റെ സമയം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ബില്ലാപ്പിയുടെ സമയം കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മുടെ മിന്നാപ്പിയാണ്. അപ്പോൾ മിന്നാപ്പി കൈമാറും.
10 പവന് വേണ്ടിയുള്ള ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ 2 മിനിറ്റാണ് എല്ലാവരും കൊടുത്തുള്ളത്. അപ്പോൾ മിന്നാപ്പി 2 മിനിറ്റിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. 10 പവൻ വേണ്ട, പിന്നെന്തിനാ ഈ ഗെയിമിൽ പങ്കെടുത്ത്? ചിലപ്പോ 10 പവൻ കിട്ടാൻ വേണ്ടിട്ടല്ലേ? അല്ലേ? അപ്പോ മിന്നാപ്പിയുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മിന്നാപ്പിയും തോറ്റിരിക്കുകയാണ്. മിന്നാപ്പിയും തോറ്റിരിക്കുന്നു. അടുത്തത് നമ്മളുടെ പോക്കിരികളുടെ ഒരു സുഹൃത്താണ് ഹംദാൻ. ക്രിക്കറ്റ് കളിക്കാരനൊക്കെയാണ്, നല്ല പ്ലെയർ ആണല്ലേ ഹംദാനെ? അപ്പോൾ ഹംദാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഹംദാനെ നമ്മൾ ശരിയാക്കിയാൽ സ്വർണ്ണം അല്ല കേട്ടോ, ഹംദാൻ നമ്മൾ കൊടുക്കാൻ പോണത് ഒരു പുതിയ ബാറ്റും ഒരു പുതിയ ബോളും ആണ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോണത്. ഹംദാനും നമ്മൾ 2 മിനിറ്റ് സമയം കൊടുത്തിട്ടുണ്ട്. ഹംദാൻ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹംദാൻ ഈ ടാസ്കിൽ വിജയിക്കുകയാണെങ്കിൽ ഹംദാന്റെ സമയം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹംദാനും ഈ ടാസ്കിൽ തോറ്റിരിക്കുകയാണ്. ഓക്കെ, തോറ്റിരിക്കുന്നു. പച്ചി കരാത്തല്ല ഞങ്ങൾക്കൊന്ന് നമ്മുടെ ഈ ടാസ്ക് ഗെയിമിൽ നമ്മളുടെ മിന്നാപ്പി, ബില്ലാപ്പി, തന്നാപ്പി, മിസ്രിപ്പുണ്ട്, പിന്നെ ഹംദാനുണ്ട്. വളരെ വൃത്തിക്ക് തോറ്റിരിക്കുക. ഇത് ഭയങ്കര രസമാണ് കുട്ടികൾക്ക് മൈൻഡൊക്കെ സെറ്റ് ആവാനൊക്കെ വേണ്ടി വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വീക്കെൻഡിലും സൺഡേയിലൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ടോയ്സ് ഒക്കെ വാങ്ങിയിട്ട് അവരുടെ കുട്ടികൾക്ക് മൈൻഡ് സെറ്റ് ആവാനും ശ്രദ്ധിക്കാനും ശ്രദ്ധ ഒക്കെ വരാനൊക്കെ ആയിട്ടുള്ളത് നല്ലൊരു സാധനമാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ചെറിയ ടാസ്ക് ഒക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.